സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജ്യോതിഷപ്രകാരം ശനി ഇപ്പോൾ കുംഭൻ രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജൂൺ 29 മുതൽ ശനി പ്രതിലോമ ചലനം ആരംഭിക്കുകയും അതായത് വക്രഗതിയിൽ ചലിച്ചു തുടങ്ങും. അതായത് കുംഭം രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് നീങ്ങുന്നു. ഈ കാലയളവ് 2024 നവംബർ 15 വരെയാണ്. ഈ സമയത്ത് ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ദോഷകരമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. വ്യക്തിപരമായതും കുടുംബ ബന്ധങ്ങളിൽ തൊഴിൽപരമായും വിദ്യാതലത്തിലും ദാമ്പത്യപരമായും ഒക്കെ അനേകം പ്രശ്നങ്ങളെയാണ് ഇവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. മിഥുനൻ രാശിയിൽ വരുന്ന മകയിരം 1-2 പാദങ്ങള്, തിരുവാതിര, ഉണർദം 1-2-3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിലെ ശക്തമായ എതിർപ്പുകളും അവസരങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയും ബിസിനസ്സുകാർക്ക് നഷ്ടങ്ങളും കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകാം. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയും പൊതുജനങ്ങളുടെ ആദരവും ബഹുമാനവും നഷ്ടപ്പെടുകയും വ്യക്തിപരമായ സങ്കടങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ചിങ്ങൻ രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം 4-ാം പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ശ്രദ്ധക്കുറവിനാൽ നഷ്ടങ്ങളും പരാജയങ്ങളും സാമ്പത്തിക നഷ്ടവും കടം കൊടുത്ത ധനം തിരികെ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സ്വന്തം രഹസ്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞാൽ സമൂഹത്തിൽ അവമാനിതരാകാൻ സാധ്യതയുള്ളതിനാൽ ഒരു രഹസ്യവും വേറെ ഒരാളോടും പറയാതെ ഇടവരരുത്. കുടുംബപരമായും സ്വന്തം ആരോഗ്യപരമായും വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അധ്വാന ഭാരം കൂടും. അടുത്തത് വൃശ്ചികൻ രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയോ തൊഴിൽ രംഗത്ത് വലുതായ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. തൊഴിൽ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർ ഈ സമയം ഒഴിവാക്കുന്നതാണ് ഉത്തമം. ധനം കടം വാങ്ങി നിക്ഷേപങ്ങൾ നടത്തുന്നത് ബുദ്ധിയല്ല. ധനനഷ്ടത്തിന് സാധ്യത ഉള്ളതിനാൽ ധനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പ്രണയേതാക്കൾ തമ്മിൽ അകലാൻ സാധ്യത, ദമ്പതികൾ തമ്മിൽ കലഹത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറേണ്ട സമയമാണ്. അടുത്തത് കുംഭൻ രാശിയിൽ വരുന്ന അവിട്ടം 1-2 പാദങ്ങള്, ചതയം, പൂരുട്ടാതി 1-2-3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ നിയമപ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുകയും ആരോഗ്യപരമായ കാര്യങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടയൊക്കെ സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ഉത്തമ ചികിത്സകളൊക്കെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ആരംഭത്തിൽ തന്നെ നടത്തേണ്ടതാണ്. ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം കരുതൽ പുലർത്തണം. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഉലച്ചിൽ കാരണം മനോദുഃഖമൊക്കെ ഉടലെടുക്കും. അടുത്തത് മീനൻ രാശിയിൽ വരുന്ന പൂരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്ന നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സുഹൃത്തുക്കളുമായി രഹസ്യ ഇടപാടുകൾ നിൽക്കരുത്. പിതാവുമായോ പിതൃസൂര്യരുമായോ ആലോചിക്കരുത്. ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവും. വ്യക്തിപരമായ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും. തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ വർദ്ധിക്കും. അനവസരത്തിൽ ഉല്ലാസയാത്രകളൊക്കെ ഒഴിവാക്കുക. വരവിനേക്കാൾ ചെലവുണ്ടാകും. അതിനാൽ സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കേണ്ട സമയങ്ങളാണ്. അപ്പോൾ ശനിയുടെ മാറ്റമാണ് ഈ വിധ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാര്യം. ശനിയാഴ്ച മുതൽ 5 മാസം കഷ്ടകാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറിയാൽ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.